എത്രയില്ല മായ ടീച്ചർ എത്ര ക്ലാസ്സിലാണ്? 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 3 പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഞാനവിടെ പിന്നെ ഫീസ് അടയ്ക്കാനായിട്ട് അവിടെ സെൻറ് തോമസിലോട്ട് വരും. മായ ടീച്ചറിൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഇവൻ എപ്പോഴും 2 മിനിറ്റ് കിട്ടിയ ബ്രേക്കിൻ്റെ സമയത്ത് ഇവൻ വണ്ടി ഓടിക്കും. ഇവൻ ഓരോരോ പേര് പറഞ്ഞു, മാരുതി, ഒമിനി, വേറെ ഏതൊക്കെയോ വണ്ടിയുടെ പേര് പറഞ്ഞ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അടുത്ത വണ്ടി എടുക്കുക എന്നൊക്കെ മായ ടീച്ചർ എന്നോട് പറഞ്ഞാൽ ഞാൻ ഓർക്കുവാന്ന്. മായ ടീച്ചറിനെ ഞാൻ ഓർക്കുന്നത്. നമസ്കാരം. ഇത് എൻ്റെ ഒരു പുതിയ സക്സസ് സ്റ്റോറിയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു വാഹനം ബുക്ക് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നു. പക്ഷേ നമുക്ക് ദൈവം അതിനേക്കാൾ ഒരു നല്ല സന്തോഷമാണ് കരുതി വെച്ചത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കാർ മാനിഫെസ്റ്റേഷൻ ഇതായിരുന്നു, രണ്ടാമത്തേത് ഇതായിരുന്നു, മൂന്നാമത്തേത് ഇതാ ഈ കിടക്കുന്ന നമ്മുടെ കാർ റോക്സ് ആണ്. അപ്പോൾ ഇതിലേക്ക് എന്നെ എത്തിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു വാഹനം വാങ്ങാൻ കഴിയുമോ എന്ന് കൊതിച്ചടത്തിൽ നിന്ന് ഇപ്പൊ 3 വാഹനങ്ങൾ ഈ മുറ്റത്ത് കിടക്കാൻ ഉള്ളൊരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. ഞാനൊരു വലിയ വാഹന ഭ്രാന്തനാണ്. അപ്പം ഇനിയും എൻ്റെ ഒരു ആഗ്രഹം ഒരു 10 വണ്ടി വാങ്ങണമെന്നാണ്. അപ്പോൾ ഞാൻ കടന്നുപോയ ഒരുപാട് സിറ്റുവേഷൻസ്, അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ പാഠങ്ങളിലൂടെയാണ് എങ്ങനെയാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അത് വെറുതെ സ്വപ്നം കാണുക മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി അഹോരാത്രം ജോലി ചെയ്യുക മാത്രമല്ല, കൃത്യമായ പ്ലാനിങ്, അതിന് നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, മൈൻഡ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും, ഈ രണ്ടും വെച്ചിട്ടുള്ളൊരു കളിയായിരുന്നു. സോ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, നമ്മൾ ആഗ്രഹിച്ചാൽ എന്തും, എത്ര വലിയ സ്വപ്നവും ഇതൊരു തുടക്കമാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് നേടി എന്ന് കുറെ പേർക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഇതൊക്കെ വർക്കാകുമോ? അപ്പൊ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണിത്. ഇനി ഈ വർഷം തന്നെ എൻ്റെ മറ്റൊരു വലിയ സക്സസ് സ്റ്റോറി വരുന്നുണ്ട്. അതിനൊരു 4-5 മാസം കൊണ്ട് കാത്തിരിക്കേണ്ടി വരും. അത് ആക്ച്വലി ഒരു വിജയകഥയല്ല, 2 വിജയകഥയാണ്. പക്ഷെ അത് ബ്ലെൻഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അത് ഒരു 5 മാസം 6 മാസത്തിനുള്ളിൽ നിങ്ങളെ കാണിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ പാഠം, മനുഷ്യൻ ഒന്നിൻ്റെയും പരിധി ഇവിടെ ഇല്ല. പ്രശ്നം നമ്മുടെ മനസ്സിലാണ്. നമ്മളാണ് നമുക്ക് പരിമിതികൾ ഉണ്ടാക്കി വെക്കുന്നത്. ഈ പരിമിതികളെല്ലാം നമ്മൾ തച്ചുടയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ, അതൊരിക്കലും പണമല്ല അതിൻ്റെ മാനദണ്ഡം. പണം നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയാൽ നമ്മുടെ പുറകെ വരും. അതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ല ഒന്നും നമ്മുടെ കയ്യിൽ പണം ബാങ്കിൽ നിക്ഷേപിച്ച് വെച്ചിട്ടുള്ള കളിയൊന്നുമല്ല. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഈ പ്രപഞ്ച ശക്തി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്, ഒരുക്കി ഇനിയും തരികയും ചെയ്യും. അപ്പോൾ ഈ വാഹനം എടുത്ത ആ നല്ല മുഹൂർത്തങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനിയും നമുക്ക് എൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇപ്പോൾ 4 കൊല്ലത്തിനിടയിൽ 3 വാഹനം. അപ്പോൾ അതിന് എല്ലാത്തിനും ഓരോ ടൈം പീരീഡ് ഉണ്ട്. അതായത് 2021, 23, 25. അങ്ങനെയാണെങ്കിൽ എൻ്റെ പാറ്റേൺ അനുസരിച്ച് അടുത്ത വാഹനം 2027 വരും. അതും നമുക്ക് കാണാൻ ഈ വീഡിയോയിലൂടെ, ഈ ചാനലിലൂടെ തന്നെ കാണിക്കാൻ ഞാൻ. സോ മാനിഫെസ്റ്റേഷൻസ് വെറും വാക്കുകളല്ല, വെറും സ്വപ്നങ്ങളല്ല, മാജിക് അല്ല, പ്യുവർ ലോജിക്കാണ്. അത് നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ ബ്രെയിനിൻ്റെ പാറ്റേൺ ആണ്. അതിനെ എത്തരത്തിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ തലം മാറും. സോ ഈ നിമിഷം ഇതെല്ലാം എൻ്റെ ചുറ്റിനും ഈ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. എനിക്കൊരു 5 വയസ്സ് 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് ആ കാലഘട്ടത്തിൽ ഞാൻ ട്യൂഷൻ പോകാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്മയ്ക്കൊക്കെ അറിയാം, അമ്മയൊക്കെ എപ്പോഴും പറയുന്നതാണ്, ഈ ഭാഗം, അതായത് അതിലേക്കൂടൊക്കെ ഞാൻ ഇതിലേക്കൂടൊക്കെ വാഹനം ഓടിച്ച് നടക്കുമായിരുന്നു. അതായത് ഓരോ ദിവസവും ഓരോ വാഹനം. ചിലപ്പം എൻ്റെ ചിറ്റപ്പന് മാരുതി ഒമിനി ഉണ്ട്, എസ്കീം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ വാഹനങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്കൂടൊക്കെ ഓടിക്കും. എന്നിട്ട് ഞാൻ പാർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കോമഡി അതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്ന പോയിന്റ് അതാണ്. ഞാൻ പാർക്ക് ചെയ്യുന്നത് എല്ലാം ഈ ലൈനിൽ ഞാൻ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് വണ്ടി ഇറങ്ങി ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതേ മുറ്റത്താണ്, ഇതേ ഏരിയയിലാണ് 3 വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഉള്ളിൽ വളരെ കുഞ്ഞായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച് ചെയ്തേക്കുന്ന
വിഷ്വലൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്ന് പറയാം, അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയാം, അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയാം. ആക്ഷൻ ഇന്ന് റിയാലിറ്റി ആയി മാറും. സോ ആഗ്രഹിക്കൂ, ആഗ്രഹം മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ വളരണം, നമ്മുടെ എനർജി ലെവൽ ഹൈ ആവണം. ഇതെല്ലാം ഒരു പോയിന്റിൽ ബ്ലെൻഡ് ആകുമ്പോൾ ആഗ്രഹിച്ചത് അതിന് എന്താണെങ്കിലും റിയാലിറ്റി ആയി മുന്നിൽ പോകും. എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ, പാറും പൂമ്പാറ്റേ, കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ, നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്.